അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ ആവശ്യങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പം ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി നോക്കും, സ്വലാത്തുകൾ ചൊല്ലി നോക്കാറുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചൊല്ലി നോക്കാറുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും. സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണല്ലേ, നാം എല്ലാവരും ചെല്ലുന്നതുമായിട്ടുള്ള സ്വലാത്താണ്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് മനസ്സിൽ നിയ്യത്താക്കി നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആവശ്യം നടന്നിരിക്കും. അതായത് നമ്മുടെ മനസ്സിലൊരു ആവശ്യമുണ്ട്, അല്ലെ ഒരാഗ്രഹമുണ്ട്, നമ്മൾ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം. ആ ആഗ്രഹം എനിക്കൊന്ന് സാധിച്ചു കിട്ടണം. അങ്ങനെ ഒരു മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക. ഇത് ചൊല്ലേണ്ടത് നിങ്ങൾ 100 തവണയാണ്. 100 തവണ സ്വലാത്തുൽ ഫാത്തിഹ് ഒറ്റ ഇരുപ്പിലിരുന്ന് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആരുമില്ലാത്ത റൂമിലോ അങ്ങനെ വേറെ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ആ ഒരൊറ്റ ഇരുത്തത്തിൽ കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർക്കുക. ഒരു മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ചൊല്ലിയാൽ മതി. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ എല്ലാ ദിക്റുകളും സലാത്തുകളും നമ്മൾ ഖുർആനോത്തും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എൻ്റെ മനസ്സിലുള്ള ആ കാര്യം നടന്നു കിട്ടാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ ആഗ്രഹമുണ്ട്, ഒരുപാട് കാലമായിട്ട് ഞാൻ കൊതിക്കുന്ന എൻ്റെ ഒരാഗ്രഹമുണ്ട്. ആ ഒരാഗ്രഹം എനിക്ക് റബ്ബേ നീ സാധിപ്പിച്ചു തരണേ. മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ് 100 എണ്ണം മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലും. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസം തീർത്തു തരണേ, ഞാൻ വിചാരിച്ച എൻ്റെ ആഗ്രഹം തീർത്തു തരണേ എന്ന നിയ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക. ഇത് 100 എണ്ണമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് വേറെ ഒരാളോടും സംസാരിക്കാതെ നിങ്ങൾ 100 എണ്ണം നിങ്ങൾ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം, നിങ്ങളെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള ഒരാവശ്യമുണ്ട്, ആ ഒരാവശ്യം നടന്ന് കിട്ടാൻ അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അപ്പം നിങ്ങളെ മനസ്സിലുള്ള ഒരുപാട് നാളായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന നിങ്ങളെ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ ഇതേ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഇതേ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. സ്വലാത്തുൽ ഫാത്തിഹ് 100 എണ്ണം മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാം. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ 100 എണ്ണം ചൊല്ലി തീർക്കാൻ നോക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും ആരുമില്ലാത്ത സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, ആരുമില്ലാത്ത എന്ന് പറയുന്നത് ആരോടും സംസാരിക്കാതെ, ഈ സലാത്തുൽ ഫാത്തിഹ നിങ്ങൾ 100 എണ്ണം ചൊല്ലി തീരുന്നത് വരെ ഒരാളോടും സംസാരിക്കരുത്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ആ കാര്യം നടന്ന് കിട്ടണം എന്നുള്ള നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരാഗ്രഹം നടന്ന് കിട്ടണം, എൻ്റെ ആ കാര്യം നടന്ന് കിട്ടണം, ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ആവശ്യമാണ്, എൻ്റെ ഉദ്ദേശമാണ്, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നല്ല ആത്മാർത്ഥതയോട് കൂടി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു പോവും അല്ലേ. അപ്പം ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക. മനസ്സിൽ നല്ല നെയ്യത്ത് വെക്കുക. എൻ്റെ ഇന്ന ആവശ്യം തീരാൻ വേണ്ടിയിട്ട് ഞാൻ സ്വലാത്തുൽ ഫാത്തിഹ് 100 എണ്ണം ഇൻഷാ അല്ലാ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലി തീർക്കും. എൻ്റെ മനസ്സിലുള്ള പ്രയാസം, അല്ലെ ഞാൻ ഒരുപാട് കാലമായിട്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ ഒരാഗ്രഹം തീർത്തു തരണേ എന്ന് അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സലാത്തുൽ ഫാത്തിഹ് ഇങ്ങനെ 100 തവണയായിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലി തീർക്കുക. എന്നിട്ട് നിങ്ങൾ ഒരൊറ്റ ദിവസം ചൊല്ലിയാൽ മതിയാവും.
അത്രക്കും നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ടാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ ഒരു ദിവസം ഒരു തവണ എന്ന് പറഞ്ഞാൽ 100 തവണ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇരുന്നു കൊണ്ട് ചൊല്ലിയാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം നിങ്ങളുടേത് നടന്നു കിട്ടും, ഉറപ്പാണ്. ഒരുപാട് ആൾക്കാരെ ഇതേപോലെ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഓരോരോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് സഹോദരിമാർക്ക് തന്നെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് 313 എണ്ണമൊക്കെ ചൊല്ലി തീർത്തവരുണ്ട്. ഓരോ ആഗ്രഹത്തിന്, വീട് പണി പൂർത്തിയാവാൻ വേണ്ടിയിട്ടും, അതുപോലെ ഭർത്താവിന് ജോലി കിട്ടിയില്ല, ഒരുപാട് നാളായി ജോലി കിട്ടാതെ ബുദ്ധിമുട്ടിലാണ്, വിസിറ്റിംഗ് വിഷയിൽ പോയിട്ട് അവിടെ റൂമിലിരിക്കുകയാണ്, ചെലവിന് പോലും ബുദ്ധിമുട്ടായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഭാര്യ ഇവിടെ ഇരുന്നു കൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ് നിയ്യത്താക്കി. സ്വലാത്തുൽ ഫാത്തിഹ് 313 എണ്ണമാണ് നിയ്യത്താക്കി ചൊല്ലിയത്. സ്വലാത്തുൽ ഫാത്തിഹ് നമ്മൾ 100 എണ്ണത്തിൽ കുറയാതെ നമ്മൾ ചെല്ലരുത് എന്നാണ്. 100 എണ്ണം നമ്മൾ ചെല്ലുകയാണെങ്കിൽ 100 എണ്ണത്തിൽ കുറയാൻ പാടില്ല സ്വലാത്തുൽ ഫാത്തിഹ് ചെല്ലുന്ന സമയത്ത്. അപ്പം ഈ സഹോദരി ഇതേപോലെ ചൊല്ലിയിട്ട് അവരുടെ ഭർത്താവിന് നല്ല ജോലി റെഡിയായി, അധികം പണത്തിൻ്റെ ചിലവൊന്നുമില്ലാതെ തന്നെ റൂമും റെഡിയായി, അതുപോലെ അത്യാവശ്യം ശമ്പളവും ഉണ്ട്, ഇപ്പോൾ വീട് പണി പൂർത്തിയായി. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഓരോരോ അനുഭവങ്ങളുണ്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹ് ഇത് ചൊല്ലിയിട്ട് പറയാനുള്ളത്. അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളെ മനസ്സിലും ഒരുപാട് കാലമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്, ആരോടും പറയാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ദിക്റുകൾ ചൊല്ലി നോക്കി, ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലി നോക്കി, എൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അത് പക്ഷേ എന്തെങ്കിലും നമ്മളിൽ വന്ന പിഴവുകൾ കൊണ്ടാവാം നമുക്ക് ഫലം കിട്ടാത്തത്. പിന്നെ വേറൊരു കാര്യം, ഒരു വക്ത് നിസ്കാരം കളാക്കാതെ വേണം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ദിക്റുകളായാലും സ്വലാത്തുകളായാലും ഒക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടണമെങ്കിൽ ആ ഒരു വക്ത് നിസ്കാരം, ഫർള് നിസ്കാരം കളാക്കാതെ നമ്മൾ നിസ്കരിക്കണം. അത് എത്ര തിരക്കാണെങ്കിലും നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള ഓരോ ആഗ്രഹത്തിന്, നമ്മുടെ ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദിക്റായാലും സ്വലാത്തായാലും ചെയ്തിട്ട് കാര്യമില്ല, അതിന് ഉത്തരം കിട്ടില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് നിസ്കാരമാണ്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് വേറെ എന്തുമുള്ളൂ അല്ലേ. അപ്പം നിസ്കാരം കളാക്കാതെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങളെ കാര്യങ്ങളും നടക്കും ഇൻഷാ അല്ലാഹ്, ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്, വാട്സപ്പിലൂടെ ആയാലും അതുപോലെ കമൻറ്റിലൂടെ ആയാലും ഒക്കെ ഓരോരോ പ്രയാസങ്ങൾ, അവരുടെ ഓരോ ജീവിതത്തിലുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട്, ഏതെങ്കിലും പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്തുണ്ടോ, ചെല്ലുന്ന സ്വലാത്തൊന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കാറുള്ളത് ഇബ്രാഹിമിയ സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത്, അങ്ങനെയുള്ള ഓരോരോ സ്വലാത്തുകളാണ്. ഈ സ്വലാത്തുൽ ഫാത്തിഹ് ഇതുപോലെയുള്ളൊക്കെ സ്വലാത്തുകളാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ എനിക്കും ഓരോ പ്രയാസം വരുന്ന സമയത്ത് ഞാനും ചെല്ലാറുണ്ട് സ്വലാത്തുൽ ഫാത്തിഹ്, ഇബ്രാഹിമിയ സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വല്ലാത്ത പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ചൊല്ലാറുള്ള സ്വലാത്താണ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത്. മനസ്സിന് നമുക്ക് വല്ലാത്ത വിഷമങ്ങളൊക്കെ വരുമല്ലോ, നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ചൊല്ലേണ്ട സ്വലാത്താണിത്. ഞാൻ ഈ ഒരു സ്വലാത്തിനെ കുറിച്ചിട്ട് കുറച്ച് മുന്നേ ആയിട്ട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. അപ്പം ഒരുപാട് സഹോദരിമാരൊക്കെ ആ സ്വലാത്തിനെ കുറിച്ച് ചോദിക്കാറുമുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട്. ആ സ്വലാത്തൊന്ന് എഴുതി കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവർക്കൊക്കെ ഞാൻ എഴുതി വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസം, നമ്മളെ മനസ്സിനെ അലട്ടുന്ന പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലേണ്ട സ്വലാത്താണ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത്. അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുണ്ട്, ഫാത്തിമിയ സ്വലാത്ത്, ഒരുപാട് സ്വലാത്തുകളുണ്ട്. അപ്പം നമുക്ക് ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വേണം. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചെയ്താൽ നമുക്ക് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ തെക്കുവ വേണം.
നല്ല ഭയഭക്തിയും വേണം, അതുപോലെ തന്നെ മനസ്സിൽ നല്ല തെക്കുവയും വേണം. അപ്പോൾ ഞാൻ ഒരു സഹോദരി ഇപ്പോൾ അടുത്തായിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞതാണ്, മാനസികമായിട്ട് വല്ലാത്ത പ്രയാസമാണ് അങ്ങനെ പണത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവരുടെ ജീവിതത്തിലില്ല, എന്നാലും മനസ്സിനെന്തോ പ്രയാസമാണ്. ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോയി ഓരോരോ മന്ത്രിച്ച് ഓരോ നൂലും അതും ഇതൊക്കെ അവർ തന്നതുമൊക്കെ കെട്ടിയിട്ട് മനസ്സിനൊരു സമാധാനമില്ല, എന്താണെന്നറിയില്ല, കുറച്ച് കാലമായിട്ട് ഇതേപോലെയാണ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു സഹോദരി തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്, എപ്പോഴും സ്വലാത്ത് ഞാൻ ചെല്ലാറുണ്ട്, ഇപ്പോൾ ഒരുപാട് സ്വലാത്ത് ഞാൻ എപ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചെല്ലാറുണ്ട്, അപ്പോൾ മനസ്സിന് ഇപ്പോൾ കുറഞ്ഞ് സമാധാനമായി വരുന്നുണ്ട് മനസ്സിന്. അപ്പോൾ ആ സ്വലാത്തിൽ മുറുകെ പിടിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രയാസം വരുന്ന സമയത്തും അല്ലാത്ത നമുക്ക് പ്രയാസം വരുന്ന സമയത്ത് മാത്രമല്ല സ്വലാത്തും ദിക്റും അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കലുമൊക്കെ എപ്പോഴും വേണം. അതൊക്കെ സ്വലാത്തുകളും ദിക്റുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രയാസങ്ങൾ ഇല്ലാതാവാൻ ഈ ദിക്റുകളും സ്വലാത്തുകളും കൊണ്ട് കഴിയും. അപ്പോൾ സ്വലാത്തും ദിക്റും എല്ലാവരും മുറുകെ പിടിക്കുക. നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധിയാവുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക, ദിക്റ് ചെല്ലുക. ഞാൻ നിങ്ങളോട് എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ അനുഭവത്തിലൂടെയുള്ള ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോടും ഞാൻ ഷെയർ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു അറിവാവട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് ഓരോ സഹോദരിമാർ ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോളി, ദിക്റ് ചൊല്ലിക്കോളി. എത്രയോ ദിക്റുണ്ടല്ലേ ചെല്ലാൻ. നമുക്ക് മാനസികമായിട്ടുള്ള പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഈ ദിക്റുകളും സ്വലാത്തുകളെ കൊണ്ടും കഴിയും മനസ്സിനെ ശാന്തമാക്കാനും. അപ്പോൾ ഈ ദിക്റും സ്വലാത്തും ഒക്കെ മുറുകെ പിടിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹ ആണ്. അപ്പോൾ ഈ സ്വലാത്തുൽ ഫാത്തിഹ നിങ്ങൾ ചൊല്ലി നോക്കുക. 100 തവണയാണ് ചൊല്ലാൻ പറഞ്ഞത്. കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്ന് ചൊല്ലി തീർക്കുക. നിങ്ങളെ മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട് ചെല്ലുക. ഇതേപോലെ ചെയ്തു നോക്കുക. പിന്നെ വെള്ളിയാഴ്ച രാവിലൊക്കെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ചെയ്തു നോക്കുക കേട്ടോ. പെട്ടെന്ന് ഫലം കിട്ടും. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്ത് ചെല്ലേണ്ട ദിവസമാണ്. എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലണം അല്ല എന്നല്ല കേട്ടോ പറയുന്നത്. വെള്ളിയാഴ്ച രാവിന് പ്രത്യേകതയുണ്ടല്ലോ. സ്വലാത്ത് ഒരുപാട് മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് നമ്മളെ സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലി അങ്ങോട്ട് എത്തിക്കണം നമ്മൾ. ഓരോ സ്വലാത്ത് നമ്മുടെ ഖബറിലേക്ക് വെളിച്ചമാകാനുള്ള സ്വലാത്തുകളാണിതൊക്കെ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചൊല്ലിയാൽ നാളെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഖബർ പ്രകാശിപ്പിക്കാനുള്ള ഓരോ കാരണമാകും ഈ സ്വലാത്ത്. നമുക്കൊരു കൂട്ടുകാരനായിട്ട് മാറും നമ്മുടെ ഖബറിൽ വന്നിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അറിവ് വെച്ചിട്ട് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോ ദിക്റുകൾ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടായതും അതുപോലെ നിങ്ങൾ പിന്നെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഫോൺ നമ്പർ ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഫോൺ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.